സാബി അലോൻസോയുടെ അണ്ടറിലുള്ള റയൽ മാഡ്രിഡ് ടീമിന്റെ ആദ്യ വിജയം, ക്ലബ്ബ് വേൾഡ് കപ്പിലെ ആദ്യ വിജയം അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 3-1 ഒരു സ്കോറിന് പാച്ചുകയുടെ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ സെക്കൻഡ് മാച്ചിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തി 3-1 ഒരു സ്കോറിന്. ഈ ഒരു മാച്ചിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സാബി അലോൻസോയുടെ ഒരു വിന്നിങ് മാച്ചാണ്. ആദ്യ വിജയമാണ് അവരുടെ സാബി അലോൻസോയുടെ റയൽ മാഡ്രിഡിന്റെ അണ്ടറിലുള്ള. പിന്നെ ഈ ഒരു മാച്ചിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ചിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് റയൽ മാഡ്രിഡിന്റെ ഡിഫൻഡർ ആയിട്ടുള്ള റൗൾ അസൻസിയോക്ക് തുടക്കം തന്നെ റെഡ് കാർഡ് കിട്ടി. അതായത് പാച്ചുകയുടെ ഒരു സ്ട്രൈക്കറിനെ ഫൗൾ വെച്ചതിനാണ്, അതായത് ലാസ്റ്റ് മാനായിരുന്നു ആ ഒരു സ്ട്രൈക്കർ. ആ ഒരു സ്ട്രൈക്കറിനെ ഫൗൾ വെച്ചതിനാണ് റൗൾ അസൻസിയോക്ക് ഒരു റെഡ് കാർഡ് കിട്ടിയത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു റെഡ് കാർഡിനുള്ള ഫൗളൊന്നുമില്ല. പക്ഷേ റഫറിക്ക് അത് ബാക്കിൽ നിന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫൗളായി തോന്നിയേക്കാം. റഫറി അവിടെ മിസ്അണ്ടർസ്റ്റുഡ് ആയി പോയി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം റൗൾ അസൻസിയോ ഒരു ചെറിയൊരു ജേഴ്സി പുള്ളി ചെറുതായിട്ടൊന്ന് വലിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ പാച്ചുകയുടെ ആ ഒരു സ്ട്രൈക്കർ ആ ഒരു ടച്ച് വന്ന അപ്പോഴേക്കും അദ്ദേഹം ഡൈവ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോബ് അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റൗൾ അസൻസിയോക്ക് അത് റെഡ് കാർഡ് കിട്ടി. റൗൾ അസൻസിയോ എന്ന് പറഞ്ഞത് അൺലക്കി ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. കഴിഞ്ഞ മാച്ചിലും അദ്ദേഹത്തിൻ്റെ ഫൗളിലായിരുന്നു അത് പക്ഷേ ഒരു ചൈൽഡിഷ് മിസ്റ്റേക്ക് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫൗളിൽ ഒരു പെനാൽറ്റി കിട്ടിയിട്ടായിരുന്നു കഴിഞ്ഞ മാച്ചിൽ ആ ഒരു 1-1 ഡ്രോ ആയത്. ഈ ഒരു മാച്ചിലും അദ്ദേഹത്തിന് അഞ്ചാമത്തെ മിനിറ്റിൽ അതും റെഡ് കാർഡ് ഫൗൾ അല്ലത്, ലാസ്റ്റ് മാൻ ആയതുകൊണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് റഫറി മിസ്അണ്ടർസ്റ്റുഡ് ആയി പോയതാണ്, അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയതാണ്. എന്തായാലും അതൊരു റെഡ് കാർഡ് ഫൗൾ അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സോ അങ്ങനെ റൗൾ അസൻസിയോക്ക് റെഡ് കാർഡ് കിട്ടി, 10 പേരായിട്ട് ചുരുങ്ങി. പിന്നെ 10 പേര് വെച്ചിട്ടാണ് റയൽ മാഡ്രിഡ് പിന്നെ മാച്ച് കളിച്ചത്. ആദ്യത്തെ ഒരു 20 മിനിറ്റ് പാച്ചുക റയൽ മാഡ്രിഡിനെ ശരിക്കും അങ്ങോട്ട് വിറപ്പിച്ച് കളഞ്ഞു. സത്യസന്ധമായിട്ട് പറയല്ലോ, അവർ വിറപ്പിച്ച് കളഞ്ഞു. അവരുടെ ഭാഗത്തു നിന്നും കുറേ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. 6 ഷോട്ടും 2 അറ്റംപ്റ്റും ഉണ്ടായിരുന്നു ആദ്യത്തെ 30 മിനിറ്റ് തന്നെ. 6 ഷോട്ടും 2 ഓൺ ടാർഗറ്റ് അറ്റംപ്റ്റും പാച്ചുകയുടെ ഭാഗത്തു നിന്നായിരുന്നു. പക്ഷേ തിബോ കോർട്ടുവ അയാൾ അവിടെ നിൽക്കുക, അവിടെ ആ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുക. നിങ്ങൾ ആരും ഗോൾ അടിക്കണ്ട, ഇന്ന് ഞാൻ ക്ലീൻ ഷീറ്റും കൊണ്ടേ പോകുള്ളൂ. പക്ഷേ ക്ലീൻ ഷീറ്റ് അല്ല, ഒരു ഗോൾ അദ്ദേഹം കൺസീഡ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കുറേ സേവുകൾ ഉണ്ടായിരുന്നു. ഒരു ഡബിൾ സേവ് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും. ഈസി ആയിട്ട് പാച്ചുവക്ക് ഗോൾ സ്കോർ ചെയ്യാമായിരുന്നു. പക്ഷെ അതൊക്കെ തിബോ കോർട്ടുവ സേവ് ചെയ്ത് കളഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ മാച്ചിൽ ഒരു നല്ല പെർഫോമൻസ് തന്നെ തിബോ കോർട്ടുവ റയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പർ പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20-30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു സാബി അലോൻസോ പറഞ്ഞു കൊടുത്ത ടാക്ടിക്സ് ഒക്കെ പിള്ളേർക്ക് മനസ്സിലായത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ 30 മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ കണ്ടത് വേറൊരു റയൽ മാഡ്രിഡിനെയാണ്. കാരണം ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത് ജൂഡ് ബെല്ലിംഗാമാണ്. ജൂഡ് ബെല്ലിംഗാമിൻ്റെ ആ ഒരു ഗോൾ വന്ന ആ ഒരു വഴി ഉണ്ടല്ലോ, അതായത് ഗോൺസാലോ ഗാർസിയക്ക് ഒരു ബോൾ കിട്ടുന്നു. ആ ഒരു ബോൾ ഒരു ബ്യൂട്ടിഫുൾ മാജിക്കൽ ഫ്ലിക്കിലൂടെ ഫ്രാങ്ക് ഗാർസിയ കൊടുക്കുന്നു. ഫ്രാങ്ക് ഗാർസിയ നേരെ അത് ജൂഡ് ബെല്ലിംഗാമിന് കൊടുക്കുന്നു. ജൂഡ് ബെല്ലിംഗാം വന്ന് ആ ബോളും കൂടി നേരെ ബോക്സിലോട്ട് പോകുന്നു, ഷോട്ട് എടുക്കുന്നു, ഗോളാവുന്നു. സിമ്പിൾ, ഒരു നല്ലൊരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ടീം പ്ലേ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഗോള്. അങ്ങനെ എന്തോ ആ ഒരു ഫസ്റ്റ് ഗോൾ വന്നത്. രണ്ടാമത്തെ ഗോളും ആ ഒരു സെയിം രീതി തന്നെ. വിനീഷ്യസ് ജൂനിയർ നേരെ ഒരു ലോങ് ബോൾ ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡിന് കൊടുക്കുന്നു. അർണോൾഡ് നേരെ അർണോൾഡ് നേരെ ഗോൺസാലോ ഗാർസിയ കൊടുക്കുന്നു. ഗോൺസാലോ ഗാർസിയ നേരെ ആർദ്രെ ഗൂളറിന് കൊടുത്തു. ഗൂളർ ഷോട്ട് എടുക്കുന്നു. അതും ഒരു ബ്യൂട്ടിഫുൾ ടീം പ്ലേ വർക്കായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ഗോൾ, ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 ഗോൾ വന്നു. പിന്നെ പാച്ചുവയ്ക്ക് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിലാണ് ഞാൻ പറഞ്ഞ മാതിരി റൂഡിഗറിനെയൊക്കെ കൊണ്ടുവന്നത്. സെക്കൻഡ് ഹാഫ് പിന്നെ കുറേ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഫെഡെ വാൽവർദേൻ്റെ ആ ഒരു 3ാമത്തെ ഗോൾ വരുന്നത്. ഫെഡെ വാൽവർദേൻ്റെ ആ ഗോളും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾ തന്നെയായിരുന്നു. അതായത് ബ്രൈം ഡൈസിന് വിനീഷ്യസ് ജൂനിയർ ഒരു ബോൾ കൊടുക്കുന്നു. ആ ഒരു ബോൾ നേരെ ഫെഡെ വാൽവർദേക്ക് കൊടുക്കുന്നു. ഫെഡെ വാൽവർദെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ടച്ചോട് കൂടി അത് പാച്ചുകയുടെ ഗോൾ കീപ്പറിനെ ബീറ്റണാവുന്നു. അങ്ങനെ 3 ഗോൾ സ്കോർ ചെയ്തു. 3-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 പേരായി ചുരുങ്ങിയിട്ടും ആദ്യത്തെ 5ാമത്തെ മിനിറ്റ് തന്നെ റെഡ് കാർഡ് കിട്ടി 10 പേരായിട്ട് ചുരുങ്ങി, എന്നിട്ടും ഇത്ര നല്ലൊരു പെർഫോമൻസ് പുറത്തെടുത്തു. അതാണ് ഈ ഒരു മാച്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാച്ചുകയുടെ ഒരു മോണ്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഫോർവേഡ് ഒരു ഗോൾ സ്കോർ ചെയ്തു. 3-1 എന്നുള്ള സ്കോറായിട്ട് മാറി. പിന്നെ മാച്ച് കുറച്ച് അറ്റാക്കുകൾ ഉണ്ടായാലും അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല 2 ടീമിനും. 3-1 എന്നുള്ള സ്കോറിന് മാച്ച് അവസാനിച്ചു. സാബി അലോൻസോയ്ക്ക് അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡിൻ്റെ മാനേജറായിട്ട് ആദ്യ വിജയം കണ്ടെത്തുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് സൈനാണ് ഫ്രം റയൽ മാഡ്രിഡ് സൈഡ്. അവർ ഒരു പെർഫെക്റ്റ് ടീം പ്ലേ നടക്കുന്നുണ്ട് ഈ ഒരു റയൽ മാഡ്രിഡ് സ്ക്വാഡിൽ നിന്ന്. അതായത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാണുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. സാബി അലോൻസോയുടെ അണ്ടറിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് കുറച്ചൊക്കെ ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മാച്ച് നടന്നതാണ്. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അൽ എയിൻ, സൗദി പ്രോ ലീഗിലെ ടീമായിട്ടുള്ള അൽ എയിനുമായിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ 6-0 എന്നുള്ളൊരു സ്കോറിന് 6-0 എന്നുള്ളൊരു സ്കോറിന് മാഞ്ചസ്റ്റർ സിറ്റി വളരെ സിമ്പിളായിട്ട് വിജയിച്ചു. ഇൽക്കെ ഗുണ്ടോഗലിൽ നിന്ന് ഗോൾ സ്കോർ ചെയ്യാൻ തുടങ്ങിയത് എല്ലാ ടൈപ്പ് ഗോളും ഉണ്ടായിരുന്നു. അതിൽ ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ ഉണ്ടായിരുന്നു.
പെനാൽറ്റി ഗോൾ ഉണ്ടായിരുന്നു ഏർലിംഗ് ഹാലൻഡിൻ്റെ വക. അങ്ങനെ 6-0 ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ 3 ഗോൾ സ്കോർ ചെയ്തു, സെക്കൻഡ് ഹാഫിൽ 3 ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 6-0 എന്നുള്ളൊരു സ്കോറിന് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു. സിറ്റിയും യുവൻറ്റസും ആ ഒരു ഗ്രൂപ്പിൽ നിന്നും റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവുകയും ചെയ്തു. ഓക്കെ, ആ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കാരണം ഇനിയും അൽ ഹിലാൽ, പിന്നെ അതുപോലെ തന്നെ റെഡ് ബുൾ സാൾസ്ബർഗ്, റയൽ മാഡ്രിഡ്, ഈ ഒരു 3 ടീമും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി നാളെ പാൽമറാസ് വേഴ്സസ് ഇന്റർ മിയാമി മാച്ച് വരുന്നുണ്ട്. ആ ഒരു മാച്ച് ഒരു കിടിലൻ പോരാട്ടമായിരിക്കും, ആ ഒരു അടിപൊളി മത്സരമായിരിക്കും. തീപ്പാറും ആ ഒരു മാച്ചിലുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു മാച്ചിൽ ഇതുവരെ ആരും ക്വാളിഫൈ ആയിട്ടില്ല. ഈ ഒരു ടീമിൽ ആരാണോ ജയിക്കുന്നത് അവരെന്തായാലും ക്വാളിഫൈ ആവും. പിന്നെ ബയൺ മ്യൂണിക്ക് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയിട്ടുണ്ട്. പിന്നെ ഫ്ലെമിംഗോയും റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ക്വാളിഫൈ ആയിട്ടുള്ളത്. ആകെ 4 ടീമാണ്: ബയൺ മ്യൂണിക്, ഫ്ലെമിംഗോ, പിന്നെ സിറ്റി, യുവൻറ്റസ്. ഈ 4 ടീമാണ് ക്വാളിഫൈ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് നോക്കാം ആരൊക്കെയായിരിക്കും ക്വാളിഫൈ ആവാൻ പോകുന്നത് എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്.